ബജ്രംഗ് ദളിനെതിരായ പെൺകുട്ടികളുടെ പരാതി നാരായൺപൂർ പോലീസ് സ്വീകരിച്ചില്ല എന്നതാണ്. സ്ഥലം ദുർഗ് ആയതുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്നാണ് വിശദീകരണം. ഓൺലൈനായി പരാതി നൽകും എന്ന് പെൺകുട്ടികൾ പറയുന്നു. ജ്യോതി ശർമ്മ, കണ്ടാലറിയാവുന്ന 24 ബജ്രംഗ് ദൾ പ്രവർത്തകർ എന്നിവർക്കെതിരെയാണ് പരാതി. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് ഛത്തീസ്ഗഡിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. അജീഷ്, ഈ സാങ്കേതികത്വം മാത്രമാണോ കേസെടുക്കാത്തതിന് കാരണം? അജീഷ്, നിലവിൽ അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഈ സംഭവം നടന്നത് ദുർഗ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായതുകൊണ്ടാണ് നാരായൺപൂർ പോലീസ് ഇപ്പോൾ കേസ് എടുക്കാത്തത്. 3 പെൺകുട്ടികൾ, കമലേശ്വരി പ്രധാൻ, ലളിത, സുക്മതി, ഈ 3 പെൺകുട്ടികളാണ് ഇന്ന് രാവിലെ നാരായൺപൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. ജ്യോതി ശർമ്മ, കണ്ടാലറിയാവുന്ന 24 ബജ്രംഗ് ദൾ പ്രവർത്തകർ, ഇവർക്കെതിരെയായിരുന്നു പരാതി. ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, ജാതീയമായി അധിക്ഷേപിച്ചു തുടങ്ങിയവയായിരുന്നു പരാതി. CPIയുടെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ ശേഷം അവരുടെ സഹായത്തോടെയാണ് ഇവർ പരാതി എഴുതി നൽകിയത്. എന്തായാലും ഈ പെൺകുട്ടികൾ ഇപ്പോൾ പറയുന്നത് അവരുടെ തന്നെ CPIയുടെ തന്നെ സഹായത്തോടെ ഓൺലൈനായി ഈ ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനുള്ള ഒരു സാധ്യതയാണ് നോക്കുന്നത്. ഓൺലൈനായി FIR ഇടാനുള്ള നിയമോപദേശവും കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. ശരി, അജീഷ് ജയകുമാറാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.